അടുത്തായിട്ട് ഒരു കുട്ടി UK എനിക്ക് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടി ആൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് കിടക്കുന്നതിന്. അപ്പം അത് കാണുമ്പോൾ നമ്മൾക്ക് ശരിക്കും ടെൻഷൻ ആവുകയാണ്. എന്താണ് അതിന് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വൈറലാവാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഒരു കൺട്രിയെ പറ്റി നെഗറ്റീവ് പറയുമ്പം ഇപ്പോൾ UK അത്രത്തോളം ചിലപ്പോൾ ആ ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതായിരിക്കാം. പക്ഷെ അവിടെ സക്സസ് ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം ആ ആളുടെ കുറച്ച് ഇത് ഞാൻ കണ്ടിരുന്നു. ഇപ്പം ആ ആൾ പറയുന്നത് ഇപ്പം UK ഞാൻ തീരുമാനിച്ചത് എനിക്ക് കുറച്ച് തണുപ്പ് കൊള്ളണം, എനിക്ക് ആ രാജ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് കുറച്ച് തണുപ്പ് കൊള്ളണം. തണുപ്പ് കൊള്ളാൻ ഇവിടെ കുളുമണാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തണുപ്പും മഞ്ഞും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അടുത്ത ആൾ പറയുന്നത് അവിടെ എത്തിയതിന് ശേഷം അവിടെ ഒരു പിന്നെ ഈ വീടിൻ്റെ പ്രശ്നം ഇതെല്ലാം അവിടെ ഉണ്ട്. ഇതൊന്നും സത്യമല്ല എന്നുള്ളതല്ല, പക്ഷേ ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾക്ക് അത് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചെമ്പെടുത്തുകൊണ്ട് അതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും അത് ആൾ തന്നെ പറയുന്നുണ്ട് 1 മണിക്കൂറേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. 1 മണിക്കൂറിനകത്ത് അവിടെ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേക്ക് അത്രയും വലിയ ചെമ്പെടുത്തുകൊണ്ടൊന്നും അങ്ങനെയൊന്നും കൊടുക്കില്ല. അതൊക്കെ പറയുമ്പോൾ പറയാം, ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് ഒന്നും എത്താൻ പറ്റാതുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ആ ആള് ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അത് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നെഗറ്റീവ് ഉള്ളൊരു കൺട്രിയിൽ എന്തിനാണ് നിൽക്കുന്നത്? ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നൂടെ?